ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ ഭക്തരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം. ശ്രീമദ് ഭാഗവതം മൂലഗ്രന്ഥത്തെയും കിളിപ്പാട്ടിനെയും താരതമ്യം ചെയ്യുന്ന ഒരു പഠനശ്രമമാണിത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 44 ശ്ലോകങ്ങൾ നാം കേട്ടു കഴിഞ്ഞു. ഇനി 45-ാമത് ശ്ലോകമാണ്. കൃപണാ പുത്രികോ മമ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വാം ത്വം ദീനവത്സലഃ. യേഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോ മമ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. യേഷാ തവ അനുജാ ബാലാ, ഇവൾ അങ്ങയുടെ അനുജത്തിയായ ഒരു ചെറു പെൺകിടാവും കൃപണ പാവപ്പെട്ടവളും പുത്രികോപമ വെറും പാവ പോലെ കാട്ടിയത് കാണുന്നവളുമാകുന്നു. ദീനവത്സലഃ, ദീനാനുകമ്പയുള്ള ത്വം അങ്ങ് കല്യാണീം ഇമാം ദോഷഹീനയായ ഇവളെ ഹന്തും ന അർഹസി കൊല്ലുന്നത് ഉചിതമാകയില്ല. ദീനവത്സലഹത്വം, ദീനാനുകമ്പയുള്ള അങ്ങ് കല്യാണീം ഇമാം ദോഷഹീനയായ ഇവളെ ഹന്തും ന അർഹസി കൊല്ലുന്നത് ഉചിതമാകയില്ല. യേഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. യേഷാ തവ അനുജാ ബാലാ കൃപണ പുത്രികോപമ, ഇവൾ അങ്ങയുടെ അനുജത്തിയായ ഒരു ചെറു പെൺകിടാവും പാവപ്പെട്ടവളും വെറും പാവ പോലെ കാട്ടിയത് കാണുന്നവളുമാകുന്നു. ദീനവത്സലഃ ത്വം കല്യാണീം ഇമാം ഹന്തും ന അർഹസി, ദീനാനുകമ്പയുള്ള അങ്ങ് ദോഷഹീനയായി ഇവളെ കൊല്ലുന്നത് ഉചിതമാകയില്ല. ഇതാണ് 45-ാമത് ശ്ലോകവും അതിന്റെ അർത്ഥവും. ഇതിനെ ഭഗവാൻ ഭാഷ്യകാരൻ ഈ ശ്ലോകത്തെ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു നോക്കാം. സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായിക ആദരാലയയ്ക്ക നീ ദീനവത്സലനല്ലോ. കാരുണ്യമതക്കാമ്പിലില്ലയോ പേടിച്ചിവളാരകമകന്നു കേഴുന്നതു കണ്ടാലയ്യോ പാപം എത്രയും. ബഹുസ്നേഹമുള്ളവളിൽ കോപമിന്നീ വണ്ണമുണ്ടായതെന്തൊരു ചിത്രം. കേശഭാരവും വിട്ടു മണ്ഡലാഗ്രഹവും വെച്ചു വിഷമതേ കല്യാണോത്സവഘോഷത്തോടും കൂടവേ സവിദ്രുതമാലയമകം മുക്ക് കുടലർകുലകാല. കല്യാണം കഴിച്ചേതും വാണാതെ നിരൂപിച്ചു കൽപ്പിക്കാം. നമുക്കിനി കേടുകൂടാതെ വാഴ്വാനുള്ള നല്ലവയെല്ലാം. ഇതാണ് ഈ ശ്ലോകത്തിനെ ആസ്പദമാക്കി ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ കിളിപ്പാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായിക ആദരാലയയ്ക്ക നീ ദീനവത്സലനല്ലോ. യേഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. ദീനവത്സലഃ ത്വം, ദീനാനുകമ്പയുള്ള അങ്ങ് കല്യാണേം ഇമാം ഹന്തും ന അർഹസി,
ദോഷഹീനയായ ഇവളെ കൊല്ലുന്നത് ഉചിതമാകയില്ല. സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായിക ആദരാലയക്ക നീ ദീനവത്സലനല്ലോ. കാരുണ്യമകാമ്പിലില്ലയോ പേടിച്ച് ഇവൾ ആരകമകം മുകേഴുന്നതു കണ്ടാലയ്യോ പാപം. എത്രയും സ്നേഹമുള്ളവളിൽ ഈ കോപം ഇന്ന് ഈ വണ്ണമുണ്ടായതെന്തൊരു ചിത്രം. കേശഭാരവും വിട്ടുമണ്ഡലാഗ്രഹവും വെച്ച് വേഷനമതേ കല്യാണോത്സവഘോഷത്തോടും കൂടവേ സവിദ്രുതം ആലയം അകമ്പുക്ക് കൂടലർ കുലകാല കല്യാണം കഴിച്ച് ഏതും വാടാതെ നിരൂപിച്ചു കൽപ്പിക്കാം. നമുക്കിനി കേടുകൂടാതെ വാഴ്വാനുള്ള നല്ലവയെല്ലാം. അശരീരി വാക്ക് കേട്ട് കോപാകുലനായ കംസൻ ദേവകീദേവിയെ കൊല്ലുവാനായി കയ്യിൽ വാളെടുത്ത് മറുകയ്യാൽ ദേവകീദേവിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ വെട്ടുവാനായി ഓങ്ങുന്ന സമയത്ത് കംസനെ പിന്തിരിപ്പിക്കുവാനായി വസുദേവർ പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ഇതാണ് 45-ാമത്തെ ശ്ലോകവും അതിന്റെ ഭാഷാ ആവിഷ്കാരവും. ഇനി 46-ാമത് ശ്ലോകം നോക്കാം. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് കഥ പറയുകയാണ്. ഏവം സാമഭിർഭേദൈർബോധ്യമാനോ അപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാനനുവ്രതഃ. ഏവം സ്വാമഭിർഭേദൈർബോധ്യമാനോ അപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാനനുവ്രതഃ. നന്യവർത്തത കൗരവ്യ. കൗരവ്യ കുരുവംശത്തിൽ ജനിച്ച രാജാവേ. പരീക്ഷിത് രാജാവിനെ സംബോധന ചെയ്യുകയാണ് ശുകബ്രഹ്മർഷി. ഹേ കൗരവ്യ, കുരുവംശത്തിൽ ജനിച്ച രാജാവേ, ഏവം ഈ വിധം സാമഭിഹി സാമവാക്കുകളാലും ഭേദൈഹി ഭേദവാക്കുകളാലും ബോധ്യമാനഃ അപി ഉപദേശിക്കപ്പെട്ടവനായിട്ട് കൂടി ഏവം സാമഭിഹി ഭേദൈഹി ബോധ്യമാനഃ അപി. ഏവം ഈ വിധം സാമഭിഹി സാമവാക്കുകളാലും ഭേദൈഹി ഭേദവാക്കുകളാലും ബോധ്യമാനഃ അപി ഉപദേശിക്കപ്പെട്ടവനായിട്ട് കൂടി ദാരുണഃ ഭയങ്കരനും പുരുഷാദാൻ മനുഷ്യപുക്കുകളായ രാക്ഷസന്മാരെ അനുവ്രതഃ സ അനുസരിക്കുന്നവനുമായ അവൻ. ദാരുണഃ പുരുഷാദാൻ അനുവ്രതഃ സ ഭയങ്കരനും പുരുഷാദാൻ മനുഷ്യപുക്കുകളായ മനുഷ്യരെ ഭക്ഷിക്കുന്നവരായ രാക്ഷസന്മാരെ അനുവ്രതഃ അനുസരിക്കുന്നവനുമായ സ അവൻ. ധന്യവർത്തത സോദരീവധത്തിൽ നിന്ന് ദേവകി ദേവിയെ വധിക്കുന്നതിൽ നിന്ന് വിരമിച്ചില്ല. ഇതാണ് 46-ാമത് ശ്ലോകം, അതിന്റെ അർത്ഥവും. 47-ാമത് ശ്ലോകം കൂടി ഇതിനോടൊപ്പോൾ ചേർക്കുകയാണെങ്കിൽ നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്ത്യ ആനകദുന്ദുഭിഃ പ്രാപ്തം കാലം പൃഥിവ്യോടും ഇദം തത്രാന്വപദ്യതഃ നിർബന്ധം തസ്യ തം ജ്ഞാത്വാ
വിചിന്യ ആനകദുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോടും ഇതം തത്രാന്വപദ്യതഃ. ആനകദുന്ദുഭിഃ, വസുദേവനെ ആനകദുന്ദുഭി എന്നും സംബോധന ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ ആനകദുന്ദുഭിയായ വസുദേവൻ തസ്യ, അവന്റെ, ആ കംസന്റെ, തം നിർബന്ധം, ആ നിർബന്ധത്തെ ജ്ഞാത്വാ, മനസ്സിലാക്കി, പ്രാപ്തം, എത്തിച്ചേർന്ന, കാലം, ആപത്ഘട്ടത്തെ പ്രതിവ്യോടും തടഞ്ഞു നിർത്തുവാൻ, തത്ര, അക്കാര്യത്തിൽ, ഇതം വിചിന്യ അന്വപദ്യത, ഇങ്ങനെ ചിന്തിച്ച് ഉറച്ചു. കാലം പ്രതിവ്യോടും ആപൽഘട്ടത്തെ തടഞ്ഞു നിർത്തുവാൻ, തത്ര, അക്കാര്യത്തിൽ, ഇതം വിചിന്യ അന്വപദ്യത, ഇങ്ങനെ ചിന്തിച്ചുറച്ചു. ഇതാണ് 47ാമത് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ 46ഉം 47ഉം ശ്ലോകങ്ങളെ കൂടി ചേർത്ത് നമുക്ക് കിളിപ്പാട്ടിലെ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ശ്രീ വസുദേവരിദ്ധമോരോരോ തരം മുതിർന്നാവോളം പറഞ്ഞത് കേട്ടീലെന്നൊഴിഞ്ഞ് ഒരു ഭാവവൈവർണ്യം സംസന്തങ്ങലാമാറു കാണാഞ്ഞ് ആവതെന്തെനിക്ക് ഇവൾ തന്നെ ഒന്നിനും മഹാപാപിയാമിവൻ കയ്യാൽ നിന്നഹോ പതിയാതെ വേർപെടുത്തുടനങ്ങു കൊണ്ടുപോവതിനെന്ന് ചേതസി വിചാരിച്ച് കൽപ്പിച്ചാൻ. ഇത്രയുമാണ് ഈ ശ്ലോകത്തിനെ കുറിച്ച്, രണ്ട് ശ്ലോകങ്ങളെ കുറിച്ച് ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ ആവിഷ്കരിച്ചിരിക്കുന്ന കിളിപ്പാട്ടിലേക്ക്. ശ്രീ വസുദേവരിദ്ധമോരോതരം മുതിർന്ന് ആവോളം പറഞ്ഞത് കേട്ടീലെന്നൊഴിഞ്ഞ് ഒരു ഭാവവൈവർണ്യം കംസൻ തങ്കലാമാറു കാണാഞ്ഞ്. ഏവം സസാമഭിർഭേദൈർബോധ്യമാനോ അഭിദാരുണഃ നന്യവർത്തതഃ പുരുഷാദാനനുവ്രതഃ. ശ്രീ വസുദേവരിദ്ധമോരോതരം മുതിർന്നാവോളം പറഞ്ഞത് കേട്ടീല. സാമവാക്കുകളാലും ഭേദവാക്കുകളാലും ഉപദേശിക്കപ്പെട്ടവനായിട്ടുകൂടി ദാരുണഃ പുരുഷാദാൻ അനുവ്രതഃ സന്യവർത്തതഃ, ഭയങ്കരനും മനുഷ്യബുക്കുകളായ രാക്ഷസന്മാരെ അനുസരിക്കുന്നവനുമായ അവൻ സോദരീ വധത്തിൽ നിന്ന് വിരമിച്ചില്ല. അതുതന്നെയാണ് കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ ശ്രീ വസുദേവരിദ്ധമോരോരോ തരം മുതിർന്നാവോളം പറഞ്ഞത് കേട്ടീലെന്നൊഴിഞ്ഞ് ഒരു ഭാവവൈവർണ്യം കംസൻ തങ്കലാമാറു കാണാഞ്ഞ്, കംസൻ തങ്കലാമാറു കാണാഞ്ഞത് എന്തെനിക്കിവൾ തന്നെ ഒന്നിനും മഹാപാപിയാമിവൻ കയ്യാൽ നിന്നഹോ മതിയാതെ വേർപെടുത്തുടനങ്ങ് കൊണ്ടുപോവതിനെന്ന് ചേതസി വിചാരിച്ചു കൽപ്പിച്ചാൻ. എങ്ങനെ ഈ പാപിയുടെ കയ്യിൽ നിന്നും തന്റെ ഭാര്യയെ രക്ഷിക്കുമെന്ന് ആലോചിച്ചു വസുദേവർ. ഇതാണ് 46ഉം 47ഉം ശ്ലോകങ്ങളുടെ ഭാഷ ആവിഷ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.